ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ LGS പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഡി ആണ്, ചെന്നൈ. 2, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിൻ്റെ സ്ഥലം ഉത്തരം സി, മാഹി. 3, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഉത്തരം ബി ആണ്, ബ്രഹ്മപുത്ര. 4, ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഉത്തരം സി ആണ്, 2008 നവംബർ. 2008 നവംബറിലാണ്. 5, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരം എ, ഉത്തരായന രേഖ. 6, ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഉത്തരം ഡി ആണ്, നർമ്മദ. 7, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം എ, ഉത്തർപ്രദേശ്. 8, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? ഉത്തരം എ, വജ്രം. 9, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഇത്? ഉത്തരം ബി ആണ്, രാസവള വ്യവസായം. 10, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. 11, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? ഉത്തരം ഡി ആണ്, മുംബൈ സമ്മേളനം. 12, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ഉത്തരം സി, ധാക്ക. 13, ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? ഉത്തരം എ ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. 14, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഉത്തരം ഡി ആണ്, കേസരി. 15, ഗദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ബി, ലാലാ ഹർദയാൽ. 16, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ഉത്തരം ബി, വി കെ കൃഷ്ണമേനോൻ. 17, ദുർഗമേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ഉത്തരം എ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 18, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം? ഉത്തരം സി, 1983. 19, ഇന്ത്യയിൽ ഉൾനാട് ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം? ഉത്തരം ബി, നോയിഡ. 20, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല? ഉത്തരം ഡി ആണ്, വ്യവസായം. 21, മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം സി ആണ്, കെ ജയകുമാർ. 22, വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം? ഉത്തരം ബി ആണ്, മണ്ണടി. 23, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഡി, 1984. 24, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം സി, വയനാട്. 25, ഷന്തരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി, കൊല്ലം ജില്ല. 26, മലബാറിലെ ആദ്യ ജലവിദ്യുത് പദ്ധതി ഏതാണ്? ഉത്തരം എ, കുറ്റ്യാടി. 27, തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ബി, ഭാരതപ്പുഴ. 28, കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡി ആണ്, തിരുവനന്തപുരം. 29, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡി, ചട്ടമ്പി സ്വാമികൾ. 30, മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാനാര്? ഉത്തരം സി, സഹോദരൻ അയ്യപ്പനാണ്. 31, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം സി ആണ്, ശ്രീനാരായണ ഗുരു.
32 കേരളത്തിൻ്റെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? ഉത്തരം എ ആണ്, കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? കുന്നത്തൂർ. 33 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം? ഉത്തരം എ ആണ്, അഞ്ജു ഗോപി ജോർജ്. 34 VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? ഉത്തരം സി, നമ്പൂതിരി. 35 ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം? ഉത്തരം ബി ആണ്, 1925. 36 കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബി, കെ കേളപ്പൻ. 37 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? ഉത്തരം ഡി, മന്നത്ത് പത്മനാഭൻ. 38 ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഉത്തരം എ ആണ്, കെ പി കേശവമേനോൻ. 39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരെ? ഉത്തരം എ, സി ശങ്കരൻ നായർ. 40 അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡി ആണ്, വെങ്ങാനൂർ. 41 ഇന്ത്യയിൽ ഫാക് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഡി, 2002 ജനുവരി 26. 42 കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നതിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ഉത്തരം ബി, BSNL. 43 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം സി ആണ്, 1950 ജനുവരി 24. 1950 ജനുവരി 24 44 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഉത്തരം ബി ആണ്, ഭാഗം 3. 45 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം സി, 42ാം ഭേദഗതി. 46 ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം എ ആണ്, 6. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. 48 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നതാരെ? ഉത്തരം എ, രാഷ്ട്രപതി. 49 ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം ബി, 25 വയസ്സാണ്. 50 ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? എൻ്റെ ഉത്തരം എ ആണ്, സംസ്കൃതം. 51 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം സി, GSAT 9. 52 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത്? ഉത്തരം എ, കൊല്ലം. 53 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഡി, കാനഡ. 54 സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? VS അച്യുതാനന്ദൻ. 55 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം ബി, ജോർജ് കുര്യൻ. ഇത് പ്രീവിയസ് ആണ്. 56 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ബി ആണ്, സുഗതകുമാരി. 57 താഴെ പറയുന്ന സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്ത്. 58 താഴെ പറയുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? എൻ്റെ ഉത്തരം ശക്തികാന്ത ദാസ്. 59 സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? ഉത്തരം സി, ആർദ്രം. 60 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്?
ഉത്തരം എ ഇന്ത്യ. 61 സസ്യങ്ങളിലെ ശ്വസനവാതകം. സി ആണ് ഓറ്റോ. 62 ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. ഉത്തരം എ ആണ് മോണോട്രോപ്പ. 63 സങ്കരയിനം വെണ്ടയുടെ. ഉത്തരം സി സൽകീർത്തി. 64 റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം. ഉത്തരം ഡി മുതിര. 65 വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഡി ആണ് വിറ്റാമിൻ സി. 66 സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി. ഉത്തരം സി ആണ് കായിക പ്രജനനം. 67 മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ്. ഉത്തരം എ വൃക്ക. 68 ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഉത്തരം ബി ആണ് ചെറുകുടലിൽ വെച്ച്. 69 കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം സി കാസർഗോഡ്. 70 ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുവാണ്? ഉത്തരം ബി ആണ് സോഡിയം. 71 മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികോണങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ്? ഉത്തരം സി ഡൊബറൈനർ. 72 ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. 73 ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര്. ഉത്തരം എ ഹേമറ്റൈറ്റ്. 74 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്? ഉത്തരം ഡി വ്യാഴം. 75 ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം ബി ആണ് പ്രോട്ടോൺ. 76 ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം എ ജോസഫ് പ്രീസ്ലി. 77 പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? ഉത്തരം സി മഞ്ഞ. 78 സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര? ഉത്തരം സി ആണ് 340 മീറ്റർ പെർ സെക്കൻഡ്. 79 ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ്? ഉത്തരം എ താപം. 80 രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത്? ഉത്തരം സി ആണ് ബാറ്ററി. അപ്പോൾ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിനുള്ളത്. കൂട്ടുകാരൊക്കെ നോക്കുക. LDC LGS എക്സാം ഒക്കെ എഴുതുന്ന കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് ആവർത്തിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.